ഈ സമയത്ത്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് പാറക്കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നല്ല ഉറക്കാ ഡോക്ടർ? ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും എന്തെങ്കിലും ദേഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ forget it. Good night. ഗുഡ് നൈറ്റ്. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറക്കുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇനി ആനി പറഞ്ഞത് പാറക്കുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? എങ്ങനെ ഒന്ന് വിളിക്കുക? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കാണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചതിനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഹലോ. അല്ല, സ്വകാര്യ വേള. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ സമയം. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നങ്ങ് പറയും. എന്ത് ചെയ്യും? ഹലോ. ഹലോ. സർ, ആനിയ. എന്താ ആനി? സർ, പാറക്കുട്ടി. പാറക്കുട്ടിക്ക് പറ എന്താ പാറക്കുട്ടിക്ക്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ. എന്താ? ആരോ വന്നിരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ഒന്നുമില്ല, ഹാർട്ട് സൗണ്ട്സില് എന്തോ ഒരു ഇറഗുലാരിറ്റി പോലെ. Any doubts? നോർമൽ ആണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് സൗണ്ട് നോർമൽ ഡോക്ടർ. സെക്കൻഡ് സൗണ്ട്. സെക്കൻഡ് സൗണ്ട് കഴിഞ്ഞിട്ടൊരു മർമർ കേട്ടില്ലേ? മർമറോ? ഹാർട്ടിന്റെ ഈ മർമർ ഇതുവരെ കേട്ടിട്ടേ ഇല്ല? ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ഇല്ല. യു ഗോ ഔട്ട്. ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല? ഡോക്ടർ, എന്താണ് മർമർ? അത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതാ. ഓ, യു സ്റ്റോപ്പ്. ഇപ്പോ മർമർ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്. റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ഈ
രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ. പക്ഷെ ഒരു ഇന്റൻസീവ് ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ. ഡോക്ടർ റോയിയെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ആനിമോള് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫാദർ തയ്യലിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഫാദറും കൂടെ എൻ്റെ കൂടെ വരുമായിരുന്നു. കാരണവസ്ഥാനത്ത് എനിക്ക് മറ്റാരുമില്ലെന്ന് ഡോക്ടർക്ക് അറിയാലോ. അറിയാം. അളിയം മരിച്ച് പെങ്ങള് കിടപ്പായ പിന്നെ ആനിമോള് വളർത്തിയത് ഞാനാ. അവക്ക് നല്ലത് വരാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഞങ്ങള് കുരിശിങ്ക തറവാട്ടുകാർക്ക് വേണ്ടതിലധികം പണവും പ്രതാപവും ഉണ്ടെങ്കിലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പഴഞ്ചന്മാരാ. ആ കാപ്പി കുടിക്കേ. ടു ബി ഫ്രാങ്ക്, ഈ ബന്ധത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ സമർത്ഥനായിരിക്കാം. പക്ഷെ പാരമ്പര്യം പോയിട്ട് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത നിങ്ങൾക്ക് കുരിശിങ്ക തറവാട്ടിന്ന് എങ്ങനെ പെണ്ണ് തരും? കുടുംബ മഹിമയും പാരമ്പര്യവും ഒന്നും കണ്ടിട്ടല്ല ആനിയെ ഞാൻ സ്നേഹിച്ചതും ആനി എന്നെ സ്നേഹിച്ചതും. ആയിരിക്കാം. അവക്കൊരു തെറ്റുപറ്റിയാ തിരുത്തി കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാത്രമാണോ നിങ്ങൾക്ക്? രാത്രി മൂക്കറ്റം കുടിക്കാത്ത ഒരൊറ്റ ദിവസമെങ്കിലും കൊണ്ടുവിടൂ. ആനിമോള് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറന്നേക്ക്. അവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീയൊന്നും പറയണ്ട. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞാണ് ശരി. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. പുരാതനവും പ്രശസ്തവുമായ കുരിശിങ്കൽ തറവാട്ടിലെ ആനിയെ കെട്ടാൻ ഈ മഹാനഗരത്തിലെ ഏതോ ഒരു കൊച്ചു ചേരിയിൽ ജനിച്ച് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത അനാഥനായ എനിക്ക് എന്താണ് യോഗ്യത? വിദ്യാഭ്യാസ യോഗ്യത കുടുംബ മഹിമയുള്ളവർക്കേ മാറ്റുകൊണ്ടു. ഐ എം സോറി. ഇയാളെങ്ങോട്ടായി രാത്രി പോണേ? ഇനി ഇതുപോലെ ഉറക്കൊളിച്ച് എന്റെ ജീവിതം ഇവിടെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേളാങ്കണ്ണിക്ക് പോവാ. അവിടുന്ന് നാട്ടിലേക്ക് മതിയായി. താനും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോവാൻ. പൊയ്ക്കോ. ഞാൻ ആരും ഇല്ലാത്തവനല്ലേ. പൊയ്ക്കോ. മോഹങ്ങളൊന്നും ഇല്ലാത്ത എന്നെ ഒരുത്തി വെറുതെ മോഹിപ്പിച്ചു. എന്നിട്ട് കുടുംബ മഹിമയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ ആട്ടി ഇറക്കി വിട്ടു. പടി ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവള് കൂടെ വരുന്നു. അവള് വന്നില്ല. ഇനി താൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. പോടോ. താൻ പൊയ്ക്കോ. പോടോ. പോവാ. എന്തിനാ രാജകുമാരി ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ ഇല്ലായ്മകളുടെ ബാക്കി കണക്കെടുക്കാൻ? അത് എന്റെ ഈ അനാഥന്റെ ഇച്ചിരി മനസ്സമാധാനം ബാക്കിയുള്ള നശിപ്പിക്കാനോ? അനാഥൻ, ആ ഒരൊറ്റ വാക്കിൽ തലകുനിച്ചിറങ്ങിപ്പോന്ന റോയിയല്ല ഞാൻ സ്നേഹിച്ചത്. വേണ്ടതിനും വേണ്ടാത്തതിനും
ചൂടാവുന്ന തന്റേടിയായ ഡോക്ടർ റോയിയുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിച്ചത്. ആക്ഷേപിച്ചതിലും അപമാനിച്ചതിലും അല്ല റോയ് തല കുണിച്ചത്. നിന്റെ മൗനം അതാണ് എന്നെ തളർത്തിയത്. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ വിട്ടിട്ട് എനിക്കപ്പോ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മ റോയിയോടൊപ്പം ജീവിക്കാൻ സന്തോഷത്തോടെ അനുഗ്രഹിച്ചപ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നു. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല.